ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മമ്മീസ് വ്ലോഗ്. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് നമുക്ക് വളരെ എളുപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു കുക്കർ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. കുക്കറിൽ തയ്യാറാക്കുമ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ കുറച്ച് മതിയാകും, വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കാണണേ. അതിനായിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. 5 ലിറ്ററിന്റെ കുക്കറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ഓയിൽ ആവാം കേട്ടോ. 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഇട്ട് കൊടുക്കാം. നെയ്യ് ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് സ്പൈസസ് ഐറ്റംസ് ഇട്ട് കൊടുക്കണം. 3 ചെറിയ കഷ്ണം പട്ട, 4 ഗ്രാമ്പു, 3 ഏലക്ക, ഇത്രയും ഐറ്റംസ് ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് 2 മീഡിയം സൈസ് സബോള ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. നല്ല നൈസായിട്ട് കട്ട് ചെയ്തുള്ളതാണ് ഇട്ടത്. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം. എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാട്ടത്. 2 മിനിറ്റിന് ശേഷം നമുക്ക് മൂടി മാറ്റാം. ഇപ്പൊ സബോള നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 2 ചെറിയ പച്ചമുളകും കൂടി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി അതിന്റെ പച്ചമണം മാറി വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ മൂടി വെക്കേണ്ട നല്ലത്. അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഒരു 2 മിനിറ്റ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ തക്കാളി തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. പുതിനയില ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കൂടിയിട്ട് അതിന്റെ പച്ചമണം മാറി വരുന്നവരെ 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഫ്രൈ ആക്കിയ ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ഫ്രൈ ആക്കാത്ത ചിക്കനാണ് ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കണം. 5 മിനിറ്റ് വേവിച്ചതിന് ശേഷം വേണം നമ്മൾ അരി ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പൊ എനിക്കിവിടെ ചിക്കൻ ഫ്രൈ ആക്കിയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് ചിക്കൻ, ഒരു 400 ഗ്രാമിന്റെ അടുത്ത് വരുന്ന ചിക്കനെ ഇതിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഒരു 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. 3 ഗ്ലാസ് അരി കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു 10 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ട് അതത് വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അരി ഒന്ന് ലെവലാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിന്റെ മുകളിൽ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ ഇളം ചൂടുവെള്ളത്തിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണിന്റെ പകുതി പൈനാപ്പിൾ എസൻസും കൂടി മിക്സ് ചെയ്തിട്ട് അത് നന്നായി മിക്സ് ചെയ്തതിനു ശേഷം ഇതിന്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു സ്മെല്ല് ഇഷ്ടമല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവാട്ടോ. അപ്പോൾ ഏതോ ഓപ്ഷനിലാണ്. എനിക്ക് ഈ ഒരു സ്മെല്ല് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇതും കൂടി ഇതിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ 3 ഗ്ലാസ് അരിക്ക് 4.5 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അരി എടുത്ത് അതേ ഗ്ലാസ് കൊണ്ട് തന്നെയാണ് വെള്ളം അളന്നെടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ വറക്കാത്ത ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ഗ്ലാസ് കൂടി കൂടുതൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഞാൻ വറുത്ത ചിക്കൻ ആയതുകൊണ്ടാണ് ഒരു കറക്റ്റ് 4.5 ഗ്ലാസ് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 1/4 ഗ്ലാസ് കൂടി കൂടിയോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കണം. ഉപ്പ് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ആ വീഡിയോയിൽ പെട്ടിട്ടില്ല. ഉപ്പ് വെള്ളത്തിൽ മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പൊ എല്ലാം കറക്റ്റ് ആണോ നോക്കിയതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചു വെച്ച് കൊടുക്കാം. കുക്കർ അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ ഞാനിവിടെ ഒരു വിസിൽ വന്നപ്പോൾ ഫ്ലെയിം ഓഫായി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനത് കുട്ടികൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് രാവിലെ തന്നെയാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. വിസിൽ പോയിട്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഞാനത് തുറന്നിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് എങ്കിലും വെയിറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ രാവിലെ കുട്ടികൾക്ക് കൊണ്ടുപോകാനായതുകൊണ്ട് മാത്രമാണ് ഈ ഒരു സമയത്ത് തുറന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ നല്ലപോലെ തന്നെ റെഡി ആയി വന്നിട്ടുണ്ട്. നല്ല പാകത്തിൽ തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് വേവൊക്കെ ആയി കിട്ടിയിട്ടുണ്ട്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഞാൻ ഇതിലേക്ക് കൈമ റൈസ് ആണ് എടുത്തിട്ടുള്ളത്. ബസ്മതി റൈസ് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഒരു അടിപൊളി കുക്കർ ചിക്കൻ ബിരിയാണി ആട്ടോ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ വിസിൽ വരുമ്പോ തന്നെ വീട് മൊത്തം നല്ലൊരു സ്മെല്ലാണ് വരിക. അപ്പൊ കുട്ടികൾക്ക് കൊണ്ടുപോകാനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ അവരുടെ പാത്രത്തിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. രാവിലെ തന്നെ ആയതുകൊണ്ട് ഭയങ്കര തിക്കും തിരക്കായിരുന്നു. അപ്പൊ ഒരാൾക്ക് ഇതിൽ നിന്നുള്ള ചിക്കൻ എടുക്കുന്നുണ്ട്, പിന്നെ ഒരാൾക്ക് ഫ്രൈ ആക്കിയ ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിലും ടേസ്റ്റിലും തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു കുക്കർ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണോ ഞാൻ ഇവിടെ കാണിച്ചത്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കമന്റ് ബോക്സിൽ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം.
പിന്നെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷനും കൂടി ഉണ്ട്, ഹൈപ്പും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്